ഇപ്പോൾ ശ്വേതാമേനോനും ഫാബുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജിൻഡോയെ പറ്റിയാണ്. ജിൻഡോയെ പറ്റി അവർ സംസാരിക്കുകയാണ്. ഫാബു പറയുന്നുണ്ട്, ജിൻഡോ പൊളിയാണ്, അവനെ ഒരു കാര്യം ഏൽപ്പിച്ച് നോക്കൂ, വളരെ വൃത്തിയായിട്ട് ചെയ്യും, സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥി ആണവൻ, അതുപോലെ എന്ത് ജോലി ഏൽപ്പിച്ചാലും അത് നല്ല വൃത്തിയായിട്ടും വെടുപ്പായിട്ടും ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ എന്ന് ശ്വേതയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ ഫാബു. അപ്പം ശ്വേത പറയുന്നുണ്ട്, എനിക്ക് ജിൻഡോയെ ഇഷ്ടമാണ്, എന്നാൽ നമുക്ക് റൂമിലേക്കൊന്ന് വിളിച്ച് സംസാരിച്ചാലോ എന്ന് ചോദിക്കുന്നു. അന്നേരം ജിൻഡോ ഫാബു പറയുന്നുണ്ട്, ഇപ്പം വേണ്ട, കാരണം ഞാൻ അവനെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്, അവനത് ചെയ്യട്ടെ എന്ന് പറയുന്നു. ജോലി എന്താണെന്ന് നമുക്ക് വൈകാതെ അറിയാൻ പറ്റും. ഏതായാലും ഫാബുവിന് ജിൻഡോയെ വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. അതുതന്നെയാണ് ഫാബു ശ്വേതയോട് പറഞ്ഞു കൊടുക്കുന്നത്. ശ്വേതയ്ക്ക് ഇവിടുത്തെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഫാബു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഫാബു പറയുന്നുണ്ട്, ഇവിടുത്തെ പവർ ടീമിനെ പുറത്ത് ചാടിക്കണം, അതിന് പറ്റിയ ടീമെന്ന് പറഞ്ഞാൽ ജിൻഡോയുടെ ടീമാണ്. അവരുടെ ടീമാണ് സ്ട്രോങ് ആയിട്ടുള്ള ടീം. അവർ പവർ ടീമിനെ തോൽപ്പിച്ചോളും, പവർ ടീമുമായിട്ട് ഏറ്റുമുട്ടിക്കേണ്ട അവരുടെ ടീമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഏകദേശം ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് ജിൻഡോയുടെ ടീമാണെന്ന് ഏകദേശം നമുക്ക് ഉറപ്പായി. വന്നേക്കുന്ന അതിഥികളുടെയും മനം കവർന്ന് ജിൻഡോ ഇങ്ങനെ മുന്നേറുകയാണ്. അവിടുത്തെ മത്സരാർത്ഥികൾ ഇപ്പോഴും അതൊന്നും മനസ്സിലാക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയുമ്പം നമുക്ക് സത്യം പറഞ്ഞ് ചിരിയാവുന്നത് അല്ലേ. അങ്ങനെ ശ്വേതയും നമ്മുടെ ഫാബുവും തമ്മിൽ ഇങ്ങനെ ജിൻഡോയെപ്പറ്റി ഇങ്ങനെ വാതോരാതെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഫാബുവിനെ ഞാൻ പറഞ്ഞില്ലേ, ഫാബുവിന് വളരെയധികം ജിൻഡോയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫാബുവിനല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. കാരണം അവിടെ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ജിൻഡോ മാത്രമേ ഉള്ളൂ. അത് ഫാബു പറയുന്നുമുണ്ട്. അവൻ നന്നായി ജോലി ചെയ്യുകയും ചെയ്യും, വൃത്തിയായിട്ടും ജോലി ചെയ്യും, അതുകൂടാതെ നല്ല കണ്ടൻറ്റും കൊടുക്കും. അതാണ് അവനെ എനിക്കിഷ്ടം, അവൻ പൊളിയാണെന്ന് പറയുന്നത്.